ബോസ് ബോസ് ഈ ഹാറ്റ് കാണാൻ എങ്ങനെയുണ്ട്? ഈടാ ഈ തൊപ്പിക്കാരനെ ഇതിനകത്തേക്ക് വിളിച്ചുകൊണ്ടുവരാൻ ആരാ പറഞ്ഞത്? പുറത്തേക്ക് കൊണ്ടുപോടാ. അനാവശ്യ കാര്യങ്ങൾക്ക് എനിക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ല. ഇത് കൊള്ളാലോ. ഈ തൊപ്പിക്കകത്ത് വലിയ പവർ ഉണ്ടെന്നാ തോന്നുന്നത്. ആരാടാ ഇവൻ? എന്നെ ഒന്ന് പരിചയപ്പെടുത്തിക്കൂടെ? നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ബോസ്. പ്ലീസ് മീറ്റ് ദ ഫേമസ് കിങ് ഓഫ് ഹാറ്റ്, മിസ്റ്റർ ഹാറ്റ്മാൻ. ഹലോ മിസ്റ്റർ മാഡ് മാക്സ്. എനിക്ക് ഹലോ ഒന്നും കേൾക്കണമെന്നില്ല. നീ ഇത്ര മാത്രം പറഞ്ഞാൽ മതി. നിന്റെ ഈ ഹാറ്റ് കൊണ്ട് നീ എന്തൊക്കെ ചെയ്യും അത് പറ. വെരി സിമ്പിൾ. ഏതെങ്കിലും ഒരു റോബോട്ടിന്റെ തലയിൽ ഈ ഹാറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ റോബോട്ട് എന്റെ നിയന്ത്രണത്തിലായി തീരും. നീ പറഞ്ഞത് സത്യമാണോ? അത് കൊള്ളാം. താങ്ക് യു മിസ്റ്റർ മാഡ് മാക്സ്. സോ മിസ്റ്റർ ഹാറ്റ്മാൻ, നിനക്ക് ആ വീറിനെ ഒന്ന് പിടികൂടാൻ സാധിക്കുമോ? യെസ്, എനിക്കവനെ പിടിക്കാൻ പറ്റും. എങ്കിൽ മാഡ് മാക്സിന് സന്തോഷമാകും. വളരെ വളരെയധികം സന്തോഷമാകും. അങ്ങോട്ട് നോക്ക്, 3 കുട്ടികൾ വരുന്നത് കണ്ടോ? ആ കൂട്ടത്തിൽ ഒരു മെലിഞ്ഞ പയ്യനില്ലേ, സ്മാർട്ട് ആയിട്ടുള്ളത്, അവനാണ് വീർ. മറ്റുള്ളവരെല്ലാം അവന്റെ ഫ്രണ്ട്സ് ആണ്. എമിലിയും ചിണ്ടുവും ചുൾബുൾ ഡോങ്കിയും അവന്റെ ഫ്രണ്ടാണ്. വാവ്, എത്ര നല്ല ഹാറ്റാണിത്. എനിക്ക് ആ ഹാറ്റ് ഒന്ന് കാണിക്കാവോ പ്ലീസ്? ഇതാ പിടിച്ചു. ഇത് വളരെ സ്പെഷ്യൽ ആയ ഒരു ഹാറ്റാണ്. അത് മാത്രമല്ല ഇതെല്ലാം ഫ്രീ ആണ്. ആദ്യം എനിക്കിതാ. ഞാനല്ലേ നിന്നോട് ആദ്യം ചോദിച്ചത്. ഞാനൊന്ന് ബഹളം വെക്കാതിരിക്കേ. ഇതാ, ഇത് വെച്ചോ മോനെ. വേണ്ട, എനിക്കിതിന്റെ ആവശ്യമില്ല. നോ താങ്ക്സ്. അല്ല, ഞാൻ ഫ്രീ ആയിട്ടല്ലേ തരുന്നത്. ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധനവും ഞാൻ വാങ്ങാറില്ല. നിൽക്കടാ അവിടെ ധിക്കാരി. നീ എന്റെ ഹാറ്റിനെ ഇൻസൾട്ട് ചെയ്തിട്ട് പോവാണല്ലേ? ആഹാ. അവിടുന്ന് ഓടിക്കോ. റോബോബോയ് സ്യൂട്ട് ഓൺ. ആദ്യം ഞാനല്ലേ ഹാറ്റ് ചോദിച്ചത്. എനിക്ക് ആദ്യം തരണം. ഓഹോ, ഇതെങ്ങനെയാ സംഭവിച്ചത്? അല്ല, ഞാനിവിടെ എന്തെടുക്കാ? ഇങ്ങോട്ട് നോക്ക്, വേഗം പറ, എവിടെയായിരിക്കും ആ വീർ? ഞാൻ ഇവിടെ ഉണ്ടോ. ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ വന്ന് പിടിച്ചു നോക്ക്.
Auto repair will be done in 8 seconds. 8, 7, 6, 5, 4, 3, 2, 1. Done. തീർച്ചയായിട്ടും ആ ഹാറ്റിൽ എന്തോ ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാ വീരത് അണിഞ്ഞതും അവന്റെ കൺട്രോളിലായി പോയത്. ആ ഹാറ്റ് നമുക്ക് എടുത്തേ പറ്റൂ. പക്ഷേ നമ്മൾ എങ്ങനെ അവനെ ഫോളോ ചെയ്യുന്നത്? ഒരു പക്ഷേ കഴുതകൾക്കും ചിറകുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അതിനെന്താ, നിനക്ക് ഓർമ്മയില്ലേ ആ പറക്കുന്ന ചിറകുണ്ടല്ലോ? വേഗം ചെല്ലു ചുൽബുൾ, അവർ ഒരുപാട് ദൂരം പോകുന്നതിന് മുന്നേ നമുക്ക് പിടികൂടണം. എനിക്കത്ര വേഗത്തിൽ പറക്കാനൊന്നും പറ്റില്ല. അത് ചെയ്യേണ്ടത് നീയാണ്. എത്ര പെട്ടെന്ന് നീ പെടല് ചവിട്ടുന്നു അത്ര പെട്ടെന്ന് നമുക്ക് പോകാൻ പറ്റും. അത് ശരി. ചുൽബുൾ, ഞാനിപ്പോ ജമ്പ് ചെയ്ത് വീറിന്റെ താഴെയുള്ള ഹാറ്റ് തട്ടിത്തെറിപ്പിക്കണം. പക്ഷേ എമിലി, നീ താഴെ വീണാലോ? വീറിന് വേണ്ടിട്ട് ഞാൻ അത്രമൊരു റിസ്ക് എടുത്തേ പറ്റൂ. ഓ, ഞാൻ എങ്ങനെ ഇവിടെ വന്നത്? ഒരുപക്ഷെ ആ ഹാറ്റ് എന്നെ കൺട്രോൾ ചെയ്തെന്നാ തോന്നുന്നത്. എമിലി, ചുൽബുൾ, ഞാനിതാ വരുന്നു. Very smart. നിനക്കെന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാവില്ലടാ കൊച്ചു ചെക്ക. ഇന്നെന്റെ ഹാറ്റ്സ് നിന്നെ പിടികൂടാതെ പിടില്ല മോനെ. ഇതുവരെ ആരും എന്റെ ഹാറ്റിന്റെ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെട്ടിട്ടില്ല. പിന്നെയാണ് നീ, ഒരു കൊച്ചു ചെക്കൻ. എന്റെ എല്ലാ ഹാറ്റ്സും തട്ടി നശിപ്പിച്ചു അല്ലേ? രക്ഷിക്കണേ, പിന്നെ രക്ഷിക്കണേ, രക്ഷിക്കണേ. മിസ്റ്റർ ഹാറ്റ്മാൻ, എന്തെങ്കിലും ഒന്ന് ചെയ്യ്. അങ്ങോട്ട് നോക്ക്, ദേ വീർ വന്നോണ്ടിരിക്കുക. ബൈ ബൈ വീർ. വീർ നോക്ക്, ഞാൻ അത്ര വലിയ ഫൈറ്റർ ഒന്നുമല്ല. ഞാൻ സമാധാനം ആഗ്രഹിക്കുന്നവനാണ്. നിന്നെ സമാധാനമായിട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഞാൻ നിന്നെ തീർച്ചയായും കൊണ്ടുപോയിരിക്കും. അങ്ങോട്ട് നോക്ക്,
ചെണ്ടു വരുന്നുണ്ട്. ഷെടാ, ആ ഹാറ്റ്മാൻ എങ്ങോട്ടാ പോയത്? ഞാൻ അവനെ വിടുന്ന പ്രശ്നമില്ല. അവൻ എനിക്ക് ഹാറ്റ് തന്നില്ലെന്നേ. എനിക്ക് ഫ്രഷ് ആയിട്ട് കുറച്ച് ക്യാരറ്റ് വാങ്ങിച്ചു തരുമോ? ശരി ശരി, വാ വാങ്ങിത്തരാം. ദേ ആ കടയിൽ നിന്ന് വാങ്ങിത്തരാം. ഉരുളക്കിഴങ്ങിന് എന്താ വില? 15 പിന്നെ രൂപ. തക്കാളിക്കോ? 20. അത് രണ്ടും തന്നേക്കും. ചേട്ടാ ഉള്ളി കൂടെ വേണേ. അയ്യോ കള്ളൻ കള്ളൻ! എന്റെ ചെയിനിങ് താ. എടാ കള്ള, മര്യാദക്ക് എന്റെ ചെയിനിങ് താ. എന്റെ ചെയിനിങ് തരാനാ പറഞ്ഞേ. എന്റെ ചെയിൻ എവിടെയാണെന്ന് പറ. മര്യാദക്ക് എന്റെ ചെയിൻ തിരിച്ചുതാ. ആന്റി, ഇത് നമ്മളുടെ ചഡ്ഡ അങ്കിളാണ്. ഇദ്ദേഹമല്ല നിങ്ങളുടെ ചെയിൻ അടിച്ചു മാറ്റിയത്. നിങ്ങളെ പോലെ ഇദ്ദേഹവും വെജിറ്റബിൾസ് വാങ്ങി വരികയായിരുന്നു. ഇദ്ദേഹം നല്ല മനുഷ്യരാണ്. ആണോ? അപ്പൊ പിന്നെ എന്റെ ചെയിൻ ആരാ അടിച്ചു മാറ്റി കൊണ്ടുപോയത്? കള്ളൻ വേറെ ആരോ ആണ്. അവൻ ഇവിടെ എവിടെയോ ഉണ്ട്. അതാരാ? ഞാനിപ്പോ വന്നേക്കാം. റോബോ ബോയ് സ്യൂട്ട് ഓൺ. എന്താ പറ്റിയത്? നീ എന്തെങ്കിലും കണ്ടോ? എനിക്ക് തോന്നുന്നത് ട്രാൻസ്പെറന്റ് ആയ ഒരു ഹ്യൂമൻ ഷേപ്പ് പറന്നു പറന്നു പോകുന്നതായിട്ടായിരുന്നു. ഈ കള്ളൻ സ്വർണ്ണങ്ങളെല്ലാം മോഷ്ടിക്കുന്നത് എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല. വീണ്ടും വീണ്ടും സ്വർണ്ണങ്ങൾ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെ കണ്ണിലും പെടുന്നുമില്ല. ഈ അദൃശ്യനായ കള്ളൻ ആരാണ്? അപ്പൂപ്പ ഇന്ന് നമ്മുടെ സിറ്റിയിൽ തുടർന്ന് ഒരുപാട് മോഷണം നടന്നിട്ടുണ്ട്. ഒരു കാര്യം അറിയോ അപ്പൂപ്പ? ഞാൻ വളരെ വ്യത്യസ്തമായ ചില കാഴ്ചകൾ കണ്ടു. ഹ്യൂമൻ ഷേപ്പിൽ ട്രാൻസ്പെറന്റ് ആയ ആരോ റൂഫിൽ കൂടി രക്ഷപ്പെടുന്നത് കണ്ടു. ട്രാൻസ്പെറന്റ് ഹ്യൂമൻ ഷേപ്പോ? അതെങ്ങനെയാ സംഭവിച്ചത്? ഞാൻ അതിനെക്കുറിച്ചൊന്ന് റിസർച്ച് ചെയ്ത് നോക്കട്ടെ. ആരും സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങരുത്. കാരണം പുതിയൊരു കള്ളൻ വന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞങ്ങളുടെ സ്പെഷ്യൽ പ്രോഗ്രാം രാത്രി 8 മണിക്ക് മറക്കാതെ കാണുക. ട്രാൻസ്പെറന്റ് കള്ളൻ വന്നിരിക്കുന്നു. ചേട്ടോ, എത്രയും പെട്ടെന്ന് ആ സ്വർണ്ണം അടിച്ചു മാറ്റുന്ന കള്ളനെ പിടിക്കേ. ഫുർസത്ത് ഗഞ്ചിലെ എല്ലാ ജനങ്ങളെയും അവൻ പറ്റിച്ചിരിക്കുകയാണ്. അക്കിടം പക്കിടം ആലം ഫാലം ഇക്കിടം തിക്കിടം ദം ദമാദം. സ്വർണം അടിച്ചു മാറ്റുന്ന കള്ളൻ ഇങ്ങോട്ട് വരട്ടെ. ജിൻഡു, സ്വർണം അടിച്ചു മാറ്റുന്ന കള്ളന്മാരെന്ന് പറഞ്ഞത് ഇവരെ അല്ല. ഇവരെ ആദ്യം പറഞ്ഞയക്ക്. ഞാൻ എന്ത് ജോലി ചെയ്താലും നീ തൃപ്തനാവുന്നില്ല. എന്നാ ഞാൻ അവരെ പറഞ്ഞേച്ചേക്കാം. ഞാനും ഇപ്പൊ ഇവിടുന്ന് പോവാ. വീർ, നീ പറഞ്ഞത് വളരെ ശരിയാ മോനെ. അത് വെച്ച് നോക്കുമ്പോ എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇവന്മാര് പുറത്തുനിന്ന് വന്ന ഏതെങ്കിലും ശക്തിയായിരിക്കുമെന്നാ. അവന്മാർക്ക് എന്തോ ഒരു കാര്യത്തിന് കുറെ സ്വർണം ആവശ്യമായി വന്നിട്ടുണ്ട്. എന്നാൽ ശരി അപ്പൂപ്പ, ഇനി അവരെ സ്വർണത്തിന്റെ ട്രാപ്പ് വെച്ച് വേണം പിടികൂടാൻ. ഇത് കണ്ടോ, എന്തുമാത്രം സ്വർണം കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. നീ ഇവിടുത്തെ നിവാസികളെ പറ്റിക്കുകയാണ്. നീ വീണ്ടും തെറ്റാവർത്തിക്കുന്നു. നമ്മുടെ പ്ലാനറ്റിലും നീ ഇത് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കിയത്. നമ്മളെ അവിടുന്ന് പുറത്താക്കിയതിന് കാരണം നമ്മൾ വളരെ വീക്കായിരുന്നു. പക്ഷേ ഈ ലോകം ശക്തിമാന്മാരുടേതാണ്. ഇത്രയും പെട്ടെന്ന് നമ്മൾ ഒരുപാട് സ്വർണം സ്റ്റോക്കപ്പ് ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു വ്യത്യസ്തമായ ആയുധം ഉണ്ടാക്കാൻ പറ്റൂ. ഇനി ഭൂമിയിലുള്ള എല്ലാവരെയും കൊന്നൊടുക്കിയിട്ട് നമുക്ക് ഈ ഭൂമി ഭരിക്കാം. ചാർലി ഇപ്പൊ പറഞ്ഞത് ശരിയാ? അല്ല, നമ്മൾ മറ്റുള്ളവരെ ടോർച്ചർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് മറ്റൊരു പ്ലാനറ്റ് തിരഞ്ഞെടുത്ത് നമ്മൾ അവിടേക്ക് പോകുന്നതാ. ആയുധങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യവും ഉണ്ടാവില്ല. കൂട്ടുകാരെ, ആരും പ്രതീക്ഷിക്കാതെ സിറ്റിയിൽ ഒരു ഗോൾഡ് കള്ളം വന്നിരിക്കുകയാണെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, നിങ്ങൾ എല്ലാവരും അവരവരുടെ സ്വർണ്ണ ആഭരണങ്ങൾ സെൻട്രൽ ഹാളിൽ കൊണ്ടുവന്ന് വെച്ചേക്ക്. എന്നാലേ നമുക്ക് അവരെ പിടിക്കാൻ പറ്റൂ. അവിടെ ടോട്ടൽ സെക്യൂരിറ്റിയും ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സ്വർണം അവിടെ സേഫ് ആയിരിക്കും. നിങ്ങളുടെ കൂട്ടുകാരൻ റോബോ ബോയ്.
രക്ഷപ്പെടുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. Roboboy suit on. Roboboy suit on. എനിക്കറിയില്ല, പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഞങ്ങൾ നിങ്ങളുടെ ശത്രുവല്ല. ഞാനിപ്പോൾ നിന്നെ രക്ഷിക്കാം. നിനക്കിപ്പോ എന്താ വേണ്ടത്? നീ എന്തിനാ സ്വർണം മോഷ്ടിക്കുന്നത്? എല്ലാം പറഞ്ഞേ മതിയാകൂ. ഞങ്ങളുടെ പുറകെ വരുന്നത് ആരാടാ നീ? നന്മയുടെ കൂട്ടുകാരൻ, തിന്മയുടെ ശത്രു. എന്റെ പേര് വീർ, വീർ ദ റോബോബോയ്. 3 വരെ ഞാൻ എണ്ണും. അതിനു മുന്നേ നീ ഇവിടുന്ന് പോയിക്കോ, ഇല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാം. 1 2 3. അതിപ്പോ ഞാൻ തന്നെ എണ്ണിക്കഴിഞ്ഞു. അടിച്ചു മാറ്റിയ സ്വർണം നീ തിരിച്ചു തന്നേക്ക്. എവിടെ നിന്ന് വന്നോ അങ്ങോട്ട് തിരിച്ചു പോയിക്കോ. നീ ഒരു മിടുക്കൻ തന്നെയാണ് വീർ. ഇവരെ ശരിക്കും ഒരു പാഠം പഠിപ്പിച്ചു. എവിടെ നിന്നാണോ നിങ്ങൾ വന്നത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകുന്നതാ നിങ്ങൾക്ക് നല്ലത്. എന്നിട്ട് ജനങ്ങളുടെ സ്വർണം തിരിച്ചു കൊടുത്തേക്ക്.
ഇതാ എടുത്തോ. ബ്രാവോ, ഞങ്ങളെ കൂടെ കൊണ്ടുപോ. ഞങ്ങളെ ഇവിടെ ഇട്ടിട്ട് പോകരുത് പ്ലീസ്. ബ്രാവോ, ഞങ്ങളെ കൂടെ കൊണ്ടുപോ. ഒരു കണ്ടീഷൻ, ഇനി ആരെയും ഒരിക്കലും വേദനിപ്പിക്കരുത്. നമുക്ക് താമസിക്കാൻ ഒരു നല്ല പ്ലാനറ്റ് തേടി കണ്ടുപിടിക്കാം. അവിടെ നമുക്ക് സുഖമായി ജീവിക്കാം, ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാക്കാതെ. പ്രോമിസ്, കീപ് പ്രോമിസ്. അതേതായാലും നന്നായി. എല്ലാവരുടെയും സ്വർണം തിരിച്ചു കിട്ടിയല്ലോ. ഇപ്പൊ തന്നെ നമുക്ക് എല്ലാവർക്കും തിരിച്ചുകൊണ്ട് കൊടുക്കാം. ഈ സ്വർണം ആരുടെയൊക്കെയാണോ അവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുത്തേക്ക്. അകിടം പകിടം ആലം ഫാലം ഇക്കിടം തിക്കിടം ദം ദമാദം.